നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കൽ നിർബന്ധമാണ്. നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ തടി സലാമത്താക്കണം. പണ്ഡിതന്മാർ പറയുന്നത് ഒരാളുടെ പരിചയം എന്ത്? ലാ അതിരി. എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരാളുടെ പരിചയം അവന്റെ ഷീൽഡാണ്. ഒരാൾ ലാ അതിരി പറയാൻ എപ്പോൾ നിർത്തിയോ അന്ന് അവന്റെ പണി തീരും. ശ്രദ്ധിക്കണം. പല ആളുകളും സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവന്റെ സ്വന്തം ദീനെ പറ്റി പഠിച്ചിട്ടില്ല. അവനറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശരി അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഈ രൂപത്തിൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളുകൾ എമ്പാടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. വളരെ അപകടമാണ്. ദീന്റെ വിഷയത്തിൽ അറിയാത്ത സംസാരിക്കുക എന്നത് വളരെ അപകടമാണ്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഏറ്റവും കൂടുതൽ ഹറാമ് നടക്കുന്ന ഈ സ്ഥലത്താണ്, അതുകൊണ്ട് ഈ സ്ഥലമായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ഏകദേശം അനുമാനിച്ചിട്ട് പറയുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ജിബ്രീൽ അലൈഹി സ്വലാം വഹയുമായിട്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമോട് ചോദിക്കുകയാണ്, ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാണ്? അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞത്, എനിക്കറിയില്ല, അള്ളാഹുനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അള്ളാഹു സുബ്ഹാനഹു അടുക്കലെത്തി ജിബ്രീൽ ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് തിരിച്ചു വന്നിട്ട് പറയണത് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അങ്ങാടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര നിസ്സാരമായ വിഷയമാണ്. എന്തെങ്കിലും ഒരു ഹറാം ഹലാൽ എന്തെങ്കിലും ഒരു കാര്യം വരുന്നുണ്ടോ? ഒരു കാര്യം ഇതിൽ ബന്ധപ്പെട്ട് വരുന്നില്ല. പക്ഷെ ആ കാര്യം പോലും അറിയാതെ പറയൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. അപ്പൊ നമുക്കൊരു കാര്യത്തിൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ ഒരു നാണവും വേണ്ട. അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇമാം മാലിക് റഹിമഹുല്ലാ. ആ ഇമാം മാലിക് റഹിമഹുല്ലയുടെ അടുക്കൽ എത്രയോ ദൂരത്തുനിന്ന് എത്രയോ മാസങ്ങൾ സഞ്ചരിച്ച് ഏതോ ഒരു രാജ്യത്ത്, ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ഒരാൾ മദീനത്തേക്ക് ഇന്ന് വരുന്ന പോലെ അല്ലല്ലോ, അന്ന് ഒരുപാട് സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് വരികയാണ്. ഇയാൾ വരുന്നത് തന്നെ ഒരു 6 കൃത്യമായിട്ട് ഓർമ്മയില്ല, ചില മസലകൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ വന്നിട്ട് ഈ 6 മസലകൾ ചോദിക്കുമ്പോൾ ആദ്യം ചോദിച്ചു, ഒന്നോ രണ്ടെണ്ണോ മാത്രം മറുപടി പറഞ്ഞു, ബാക്കിയൊന്നും എനിക്ക് അറിയില്ല 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 അറിയില്ല. അപ്പൊ ഇയാൾക്ക് ദേഷ്യം പറഞ്ഞാൽ ഒരു പ്രയാസമായി. ഞാൻ ഇത്രയും ദൂരത്തുനിന്നാണ് വരുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ബുദ്ധിമുട്ടി നിങ്ങളെ കാണാൻ വേണ്ടി ഈ ഒരു മസാലകൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വരുന്നത്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ അറിയില്ല എന്ന് പറയാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി എന്താ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, ആൾക്ക് മല കാണുന്നല്ലോ, ഉഹുദ് മല, അതിന് മേലെ കയറിക്കോ. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇമാം മാലിക് പറഞ്ഞു, എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. അതിലൊരു നാണക്കേടും വിചാരിക്കണ്ട. അറിയാത്തൊരു കാര്യം നമ്മൾ പറയരുത്, ഉണ്ടാതിരിക്കാൻ. മൻസമത്ത നജ, ആരാണോ മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു. അറിയാത്തൊരു കാര്യം നമ്മളോട് ചോദിക്കപ്പെട്ടാൽ എനിക്കറിയില്ല, അങ്ങനെ തന്നെ പറഞ്ഞോ. എത്ര വലിയ പണ്ഡിതനായാലും എത്ര വലിയ ഇൽമുള്ള ആളായാലും എന്തൊക്കെ കിതാബുകൾ വായിച്ചാലും നമുക്ക് പല അറിവുകളും കിട്ടൂല, ചില അറിവുകൾ നഷ്ടപ്പെട്ടു പോകും. ആ കാര്യത്തെ പറ്റി ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ മിണ്ടരുത്, സംസാരിക്കരുത്.